ആദ്യം മലപ്പുറം SP-ക്കെതിരെയും പിന്നീട് അത് വളർന്ന് ADGP MR അജിത് കുമാറിനെതിരെയും പിന്നീട് അതും വളർന്ന് P ശശിക്കെതിരെയും ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെതിരെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ സ്വതന്ത്ര MLA അദ്ദേഹം CPM-ൽ നിന്ന് പുറത്തേക്ക് പോരുന്നത്. അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള രൂപം കൊടുത്തൊരു സംഘടനയുടെ പേരാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള DMK. ആദ്യം അത് MK സ്റ്റാലിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള തമിഴ്നാട്ടിലെ DMK ആകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഏതാണ്ട് ആ പേരിനോട് തന്നെ സാമ്യമുള്ള DMK എന്ന് പറഞ്ഞ പേര് കൊടുത്ത് അദ്ദേഹം ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്തു. ആ സംഘടനയുടെ ടെക്നിക്കലി സ്ഥാനാർത്ഥിയല്ല ശരിക്കും ചേലക്കരയിൽ മത്സരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ തന്നെ സ്ഥാനാർത്ഥിയാണ്, അവരുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകളെല്ലാം തന്നെ DMKയുടെ ഒരു ഭാവി നിർണ്ണയിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മിക്ക ചാനലുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3920 വോട്ടുകളാണ് നമ്മുടെ അൻവറിന് മേടിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്കായിട്ടുള്ള NK സുധീറിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പേര് സുധീർ പള്ളുരുത്തി എന്നാണ്. അദ്ദേഹം പള്ളുരുത്തി നിവാസിയാണ്, എറണാകുളത്തുള്ള. അപ്പോൾ അദ്ദേഹം AICC മെമ്പർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 3920 വോട്ടാണ് കിട്ടിയത്. പലപ്പോഴും വലിയ ടോൾ ക്ലെയിംസ് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം 20,000 കിട്ടുമെന്നും ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 10,000 കിട്ടുമെന്നും ചിലപ്പോൾ PV അൻവർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ 5000-ഓളം വോട്ടുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതിലേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. 3920 വരുന്ന വോട്ടുകളാണ് അവിടെ കിട്ടിയത്. അതുതന്നെ വലിയ തോതിലുള്ള ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. 1000 വീടുകൾ സാധാരണക്കാരായ ആളുകൾക്ക് പണിതു കൊടുക്കും എന്നൊക്കെയാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയമല്ല. അദ്ദേഹം വലിയ തോതിൽ 20ഓളം വരുന്ന വണ്ടികളിട്ട് അവിടെ പ്രചരണം നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഈ DMK എന്ന് പറയുന്ന PV അൻവറിൻ്റെ പാർട്ടിയുടെ ഭാവി എന്താണ്, അത് എഴുതിത്തള്ളാറായോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യം. തീർച്ചയായിട്ടും 3920 വോട്ടുകൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഏതൊരു മുന്നണിയിലേക്കും വേണമെങ്കിൽ ഘടകകക്ഷിയായി വിളിക്കാൻ സാധ്യതയുള്ള ഒരു നേട്ടം തന്നെയാണത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരുപക്ഷെ CPM ഒഴികെ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് ഒഴികെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കിയുള്ള ഏതെങ്കിലും പാർട്ടികൾക്ക് ഒരു ഒറ്റക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുന്നണിയിൽ നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടികൾക്ക് ഒരു 1000 വോട്ട് പോലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യത്തിലും സംശയങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ കേരള കോൺഗ്രസിന് ചിലപ്പോൾ കോട്ടയത്ത് കിട്ടിയേക്കാം, അല്ലെങ്കിൽ CPIക്ക് ചില മേഖലകളിൽ കിട്ടിയേക്കാം എന്നുള്ളതിനും അപ്പുറത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത്തരത്തിൽ വോട്ടുകൾ മേടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ജനതാദൾ എസിന് ചില പാലക്കാടോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില പോക്കറ്റുകളിൽ കിട്ടിയേക്കാം. പക്ഷേ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വോട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇതൊരു നേട്ടം തന്നെയാണ്. പക്ഷെ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന 10,000-ലേക്ക് എത്താതെ അവിടെ വലിയ തോതിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഓവർവെൽമിങ് റെസ്പോൺസ് ആളുകളുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. ആ ആളുകളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ട് പോലും അതെല്ലാം വോട്ടായി മാറപ്പെടാതെ പോയത് എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുകയും വണ്ടികൾ വിടുകയും പോസ്റ്ററുകൾ ഒട്ടിക്കുകയും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തതുകൊണ്ട് മാത്രം ആളുകൾക്കിടയിൽ ഒരു ഓളമുണ്ടാക്കാൻ കഴിയുമെങ്കിലും അതൊരിക്കലും വോട്ടുകളായി കൺവേർട്ട് ചെയ്യാൻ പലപ്പോഴും കഴിയില്ല. ആ വോട്ടുകളായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, നമുക്ക് എവിടെയെങ്കിലും വിജയിച്ച പശ്ചാത്തലമുള്ള വലിയ തരത്തിൽ സ്വാധീനമുണ്ടാക്കാവുന്ന ഒരു മൂവ്മെൻ്റായി അത് മാറണം. ഉദാഹരണത്തിന് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ വന്നപ്പോൾ അവർ കേരളത്തിൽ വലിയ സ്ക്വാഡ് വർക്കുകളോ ബൂത്ത് തലത്തിൽ പ്രവർത്തകരും ഇല്ലാതെ തന്നെ 50,000-ഓളം വോട്ടുകളൊക്കെ മലയാളം പോലും കൃത്യമായിട്ട് അറിയാത്ത അനിതയൊക്കെ എറണാകുളത്ത് നിന്ന് മേടിക്കുന്നത് നമ്മൾ കണ്ടു. അത് വലിയ തോതിലുള്ളൊരു മൂവ്മെൻറ്റ്, അഴിമതിക്കെതിരായ ഒരു മൂവ്മെൻറ്റ്, അണ്ണാ ഹസാരെ തുടങ്ങി വെച്ചൊരു മൂവ്മെൻറ്റ്, അതിൻ്റെ എക്സ്റ്റൻഷനായി വന്നിട്ടുള്ള ആം ആദ്മി പാർട്ടി, ഇത്തരത്തിലുള്ളൊരു നോട്ടം ആളുകൾക്കുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം B4 കൊച്ചി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം വന്നപ്പോഴും അതിനുശേഷം അതിനേക്കാൾ ഗംഭീരമായി സംഘടനാ വർക്ക് നടത്തിക്കൊണ്ട്, അതായത് താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ തന്നെ ആളുകളെ വെച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ട് 2020 തന്നെ 14% വോട്ടുകൾ എറണാകുളം ജില്ലയിലെ 8 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൊണ്ട് നേടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നേരത്തെയും പലപ്പോഴും KR ഗൗരിയമ്മയൊക്കെ പിരിഞ്ഞു പോകുന്നതിന് ശേഷം 6%-ഓളം വോട്ടുകൾ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പിന്തുണയും ഒക്കെ നമുക്ക് കൃത്യമായി മൊബിലൈസ് ചെയ്യാൻ നമ്മളൊരു സംഘടനാ ഫോർമാറ്റ് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അത് PV അൻവർ അവിടെ ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹവുമായി പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. കുറച്ചുകൂടി ആ പ്രവർത്തനങ്ങൾ ഞാൻ സസൂക്ഷ്മം വിലയിരുത്തിയിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും അല്ലെങ്കിൽ മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ തന്നെ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും സൈമൾട്ടേനിയസ്ലി തന്നെ ഒരു സംഘടന ബിൽഡ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
ഞാൻ ആലപ്പുഴയിൽ ഒരു ആൾക്ക് വേണ്ടി പ്രചരണം ഏറ്റെടുക്കുകയും അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള സേവനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ഈ സംഘടന ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യവും ഒരു മീറ്റിങ്ങുകൾ എല്ലാ ജില്ലകളിലും വിളിച്ചുകൊണ്ട് നമുക്കൊരു 200ഓളം വരുന്ന വോളണ്ടിയേഴ്സ് എങ്കിലും മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി വേണമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അത് തയ്യാറായില്ല. കാരണം ഇപ്പോൾ തൽക്കാലം മറ്റൊരുപാട് ആളുകൾ എത്തും എന്നൊക്കെ പറഞ്ഞുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ അത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ അഭാവം ചേലക്കരയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വോട്ടുകൾ 10,000-ലേക്കെങ്കിലും എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അത് നടന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റെവിടെയെങ്കിലും വിജയിച്ച ആളുകൾക്കെല്ലാം വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്ന ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള ഒരു സംരംഭമായും ഈ പറയുന്ന PV അൻവറിൻ്റെ പാർട്ടി മാറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3920 വോട്ടുകൾ എന്ന് പറയുന്നത് കുറവ് വോട്ടുകളാണ്. പ്രതീക്ഷിച്ചത്രം കിട്ടിയില്ല, പ്രതീക്ഷിച്ചൊരു വേവ് ഉണ്ടാക്കിയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം, ഇത് എല്ലാ മണ്ഡലങ്ങളും നിലനിർത്താൻ കഴിഞ്ഞാൽ UDF-ലേക്കോ ഏതെങ്കിലും മുന്നണികളിലേക്കോ എളുപ്പത്തിൽ ഒരു പ്രവേശനം കിട്ടും. പക്ഷെ അതിന് പോലുമുള്ള സാധ്യത വിദൂരമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതിനുവേണ്ടി ഒരുപാട് ടാസ്ക് ചെയ്യേണ്ടതുണ്ട്. വലിയ ഹെർക്കുലിയൻ ടാസ്ക്കാണ് മുമ്പിലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആണെങ്കിലും V4 കൊച്ചി ആണെങ്കിലും 2020 ആണെങ്കിലും 2020 ആണ് ഒരു പരിധി വരെയെങ്കിലും ആ വോട്ടുകളെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള പാർട്ടികൾക്കൊന്നും ആ വോട്ടുകളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ആ പിടിച്ചു നിർത്തണമെങ്കിൽ ഐഡിയോളജിയുടെ ബേസുള്ള വളരെ കൃത്യമായിട്ട് ഐഡിയോളജി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന, അവർക്ക് വേണ്ടി ഹാർഡ് കോറായി പണിയെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സ്ട്രക്ചർ ഉണ്ടാവേണ്ടതുണ്ട്. അത് അടുത്ത 1.5 കൊല്ലത്തിനകം അല്ലെങ്കിൽ 2025-ലെ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പായിട്ട് PV അൻവറിന് DMK-ക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ ചേലക്കര പോലെ മലബാറിന് പുറത്തൊരു മണ്ഡലത്തിൽ ചിലപ്പോൾ മുസ്ലിം ലീഗിന് പോലും കിട്ടാത്ത രീതിയിലുള്ള വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങനെ നേടുമ്പോൾ പോലും അത് മറ്റു മണ്ഡലങ്ങളിലേക്കും കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഘടകകക്ഷിയായിട്ട് മാറും. പക്ഷേ ആ ഘടകകക്ഷിയായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പണി എടുക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ 2026-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പോ ഒരു സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ സംഘടനയുടെ കീ പോസ്റ്റുകളിലേക്ക് അതിഗംഭീരരായിട്ടുള്ള ഓർഗനൈസിങ് കപ്പാസിറ്റിയുള്ള, കൃത്യമായി സംഘടന വളർത്താൻ അറിയുന്ന, അതുപോലെ തന്നെ അവരുടെ ഐഡിയോളജികൾ കൃത്യമായ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള ആളുകളെ നിയോഗിക്കേണ്ടതുമൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനാ സിസ്റ്റം CPM-നുള്ളതുകൊണ്ടാണ്, അത്തരത്തിലുള്ള ഒരു സംഘടനാ സിസ്റ്റം BJP-ക്ക് ഉള്ളതുകൊണ്ടാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം പോലും അവർ പതുക്കെ മുന്നോട്ട് വരുന്നത്. പലപ്പോഴും കോൺഗ്രസിന് അത്ര വലിയ സംഘടനാ സിസ്റ്റം ഇല്ലെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ആശയവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു പ്രസ്ഥാനവുമാണെന്ന് പറയുന്ന ഒരു ഐഡിയോളജിയും അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടും നമ്മളറിയാതെ തന്നെ അവരിൽ നിന്ന് വളരെ നല്ല ഗംഭീരരായിട്ടുള്ള ലീഡേഴ്സ് ഉയർന്നു വരുന്നത് കൊണ്ടൊക്കെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെയും DMK-യുടെയും മുമ്പിലുള്ള ചലഞ്ച് അത് വളരെ വലുതാണ്. കാരണം 3920 വോട്ടുകൾ നേടി എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ആ വോട്ടുകളെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ചേലക്കര പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലും നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ചാൽ SDPI-ക്കൊക്കെ പോലും അവിടെ കേവലം 1000-ഓളം വോട്ടുകളാണുള്ളത്. അപ്പോൾ അതിനേക്കാൾ മുകളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സംഘടനാ ശക്തി ബിൽഡ് ചെയ്യുക എന്നുള്ള വലിയ ചലഞ്ചിൻ്റെ ആണ് PV അൻവറിന് മുമ്പിലുള്ളത്. അതാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. അത് പക്ഷേ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അത് വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.